ഹലോ ഗായ്സ്, അപ്പോൾ അതേ തിയേറ്ററിൽ തന്നെ വന്ന് ഞായറാഴ്ച കുർബാനയും കഴിഞ്ഞിട്ട് തിയേറ്ററിൽ വന്നത് നമ്മുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റ് കാണാനായിട്ട് വന്നു. തുടങ്ങിയായിരുന്നു കുറച്ച്, അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പടം കൊള്ളാം. എൻ്റെ കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് മൂമെൻ്റ് ഉണ്ട്, അത് നിങ്ങൾ വാച്ച് ചെയ്യുക. അപ്പോൾ എല്ലാവരെയും സുഖമായിട്ടിരിക്കുന്നു. ഓണമൊക്കെ ഉടമ്പരിയായി എൻ്റെ ഓണത്തിൻ്റെ റിലീസ് ഞാൻ ഇത് കണ്ടിരിക്കുന്നു. അപ്പോൾ ഓക്കെ, നിങ്ങളൊക്കെ ഈ പടം കണ്ടാണോ? അപ്പോൾ പോയി കാണേണ്ട പടമാണ്, ഞാൻ കണ്ടു. അപ്പോൾ എല്ലാവർക്കും ഓണത്തിൻ്റെ എല്ലാവിധ ആശംസകളും. അപ്പോൾ ഓക്കെ. ഹലോ ഗായ്സ്, അപ്പോൾ എങ്ങനെയൊന്നും ഞായറാഴ്ചയാണ്. അപ്പം ഞാൻ പള്ളിയിൽ 9:45 കുർബാന കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നപ്പോഴേക്കും ബെത്ലഹേം യൂണിറ്റും ഖലീഫയുണ്ട്. അപ്പോൾ ഏത് സിനിമ കാണണമെന്നുള്ളൊരിതിൽ ഖലീഫ നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ കാണും. ഇതിപ്പോൾ ബെത്ലഹേം യൂണിറ്റ് കഴിഞ്ഞ് വരുക, അത് കണ്ടിട്ട് വരിക. നമ്മുടെ നിവിൻ പോളിയുടെ ചേട്ടൻ തൂക്കിയെന്ന് പറഞ്ഞത്. അപ്പുറത്ത് നമ്മുടെ ടോയ് ചേട്ടനും പൃഥ്വിരാജും ലാലേട്ടനൊക്കെ ഉണ്ട്, രാജുവേട്ടനൊക്കെ ഉണ്ട്. എന്തായിരുന്നാലും നമ്മൾ നിവിൻ ചേട്ടൻ തൂക്കിയ ഒരു കാണാൻ പോകണ്ടേ. അപ്പോൾ എന്തായാലും ഞാൻ കണ്ടു, പടം കണ്ടു. കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, കാണാത്തവർ തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഞാൻ പോയ തിയേറ്റർ പാരഡൈസ് അല്ല, കൈരൾശ്രീയാണ്. എന്നിരുന്നാലും ഞാൻ ചെന്നപ്പോഴേ കുറച്ച് ലെയ്റ്റായിട്ടാണ് ചെന്നത്, കാരണം 11:15 ഷോയ്ക്ക് ഞാൻ 11:30 പോയത്. എന്നിരുന്നാലും കണ്ടു, സൂപ്പറാണ്, അടിപൊളിയാണ്. ചിരിക്കാനൊക്കെ ഉണ്ട്. നമ്മുടെ നിവിൻ ചേട്ടനോട് അഭിനയിച്ച മമിത, അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള എല്ലാവരും നമ്മുടെ പഴയ പ്രേമലു ടീംസല്ലേ, അവർ മൊത്തം ഉണ്ട്. മൊത്തമല്ല, കാണാം, അടിപൊളിയാണ്. ശരി എന്നാൽ, അപ്പോൾ ഹാപ്പി സൺഡേ.